യുവേഫ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ ഇറ്റലിക്ക് തകർപ്പൻ ജയം. ഫ്രാൻസിനെ 1-3 ഗോളുകൾക്കാണ് ഇറ്റലി പരാജയപ്പെടുത്തിയത്. ആദ്യ മിനിറ്റിൽ ഗോൾ വഴങ്ങിയെങ്കിലും പിന്നീട് മൈതാനത്ത് കണ്ടത് ഇറ്റലിയുടെ ശക്തമായ തിരിച്ചുവരവായിരുന്നു. കിക്ക് ഓഫിൽ മുഴങ്ങി സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ബ്രാഡ്ലി ബാർക്കോള ഫ്രഞ്ച് പടയെ മുന്നിലെത്തിച്ചു. ഇറ്റലി പ്രതിരോധ താരത്തിൽ നിന്ന് പന്ത് തട്ടിയെടുത്ത് ബോക്സിനുള്ളിലേക്ക് കടന്നു കയറി ബാർക്കോള തൊടുത്ത ഷോട്ട് വലയിൽ. 5-ാം മിനിറ്റിൽ ഡേവിഡ് ഫ്രട്ടേസിയിലൂടെ ഇറ്റലി സമനില പിടിച്ചെന്ന് തോന്നിച്ചെങ്കിലും താരത്തിന്റെ ഹെഡർ ബാറിൽ തട്ടി മടങ്ങി. ഫെഡറിക്കോ ഡിമാർക്കയിലൂടെ 30-ാം മിനിറ്റിൽ ഇറ്റലി സമനില പിടിച്ചു. സാൻഡ്രോ ടനാലിസയുടെ ഫ്ലിക്ക് പാസ് ഒരു മനോഹര വോളിയിലൂടെ താരം ലക്ഷ്യത്തിലെത്തിക്കുകയായിരുന്നു. 50-ാം മിനിറ്റിൽ ഡേവിഡ് ഫ്രട്ടേസിയിലൂടെ ഇറ്റലി ലീഡെടുത്തു. 74-ാം മിനിറ്റിൽ ജിയാക്കോമോ റാസ്പഡോറിയാണ് ടീമിനായി 3-ാം ഗോൾ നേടിയത്. ആഴ്സണലിലെ പ്രതിരോധ താരമായ റിക്കാർഡോ കാലഫിയോറി മത്സരത്തിനിടെ പരിക്കേറ്റ് മൈതാനം വിട്ടത് ഇറ്റലിക്ക് തിരിച്ചടിയായി. മറ്റൊരു മത്സരത്തിൽ ബെൽജിയം 1-3 ഗോളിന് ഇസ്രായേലിനെ തോൽപ്പിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.